ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി സാരി ഡിസൈനാണ് കേട്ടോ. കേരള സാരിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അടിപൊളി ഡിസൈനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. നമ്മുടെ പാറ്റേൺ ഇതാ ഇതുപോലെ വന്നിരിക്കുന്നത്. നമ്മളൊരു 4 പെറ്റുള്ളൊരു ഫ്ലവർ വരച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് കവർ ചെയ്ത 4 പെറ്റൽ നമ്മൾ ഇങ്ങനെ ഫ്ലവർ ചെയ്യാനായിട്ട് കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. ഔട്ടർ ലൈനിൽ നമ്മൾ ഇതുപോലെ കട്ട് ബീഡ് കൊടുത്ത് കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ ബ്രാഞ്ചസ് ആയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ ബ്രാഞ്ചസിലും കുറച്ച് ലീവ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് നിങ്ങൾക്ക് ഇതേ ഒരു എക്സാക്റ്റ് പാറ്റേൺ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്കൊരു ഫ്ലവർ വരയ്ക്കുക, കുറച്ച് ബ്രാഞ്ചസ് വരയ്ക്കുക, കുറച്ച് ലീഫ് വരയ്ക്കുക. ഏകദേശം ഇത്ര ഒരു ഡിസ്റ്റൻസ് ഇട്ട് ഒരു 4-5 ഇഞ്ച് ഡിസ്റ്റൻസ് കൊടുത്തിട്ട് അടുത്ത ഫ്ലവർ വരയ്ക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ബോർഡർ ലൈൻ. സാരിയുടെ ബോർഡറിലാണ് കേട്ടോ, നമ്മൾ കേരള സാരിയുടെ ബോർഡറിലാണ്, കസവിൻ്റെ ആ പോർഷനിലാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. നമുക്ക് എത്രത്തോളം ഈ വർക്ക് വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തു പോരാ. പിന്നെ നമ്മുടെ ഹിപ്പ് പോർഷനില്ലേ, നമ്മളിങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് ഇങ്ങനെ വെക്കുന്നതിൻ്റെ ആ ഒരു പോർഷനിൽ നമുക്ക് ഈ വർക്ക് തന്നെ കൊടുക്കാം. മെയിൻലി നമുക്കിതിൻ്റെ ഈ ഒരു കസവിൻ്റെ ബോർഡർ ഫുള്ളും ഈ വർക്കാണ് ചെയ്ത് പോരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ വർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ ചെറിയ കട്ട് ബീഡ്സാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ക്ലിപ്പ് സ്റ്റോൺസ് ആണ് കേട്ടോ. ഇതുപോലുള്ള വൈറ്റ് കളർ ക്ലിപ്പ് സ്റ്റോൺസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് നമ്മുടെ സാരിയിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സാരിയിൽ മാർക്ക് ചെയ്തേക്കുന്നത്. കണ്ടോ, ഞാനിവിടെ വേറൊരു ലൈനിങ് ക്ലോത്തുമായിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കിത് സാരിയുടെ ബോർഡറിലല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിൽ നമ്മുടെ ആരി സ്റ്റാൻഡിൽ ആ ഫ്രെയിമിൽ കവറായി വെക്കുന്നുവെങ്കിൽ അഡീഷണൽ ഒരു തുണി നമ്മൾ നോർമൽ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് ഞാനൊരു പോർഷൻ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് നമ്മളിത് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബോർഡറിലായി വർക്ക് ചെയ്ത് പോരുന്നത് വളരെ ഈസിയാണ്. പക്ഷേ നല്ലൊരു അടിപൊളി ലുക്ക് തന്നെയായിരിക്കും. ഇങ്ങനെ ഒരു സാരി ഡിസൈൻ ചെയ്താൽ ഓണത്തിന് എന്തായാലും നിങ്ങൾ തിളങ്ങുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ പാറ്റേൺ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഓരോ പോർഷനിലും ഇതുപോലെ ഒരു പീസ് ജോയിൻ ചെയ്തിട്ട് വേണം ചെയ്ത് പോരാനായിട്ട് കേട്ടോ. എന്നാലേ അത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളേ. നമുക്ക് വേണ്ട മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടോ നമുക്ക് വേണ്ട മെറ്റീരിയൽസ് കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ട നീഡിൽ എന്ന് പറയുമ്പോൾ നീഡിൽ നമ്പർ 12 ആണ്. എല്ലാ വീഡിയോയിലും ഡീറ്റെയിൽ ആയിട്ട് നീഡിലിനെ കുറിച്ച് പറയുന്നുണ്ട്. നീഡിലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം കേട്ടോ. ഇതിനു മുമ്പ് നമ്മളിതുപോലെ ഒരു 2 വീക്സ് മുമ്പ് ഒരു കേരള സാരിയിൽ നമ്മളിതുപോലെ റെഡ് കളർ സീക്വൻസും ക്ലിപ്പ് സ്റ്റോൺസും കട്ട് ബീഡ്സും വെച്ച് നല്ലൊരു ഭംഗിയുള്ളൊരു വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മളിവിടെ ഐ ബട്ടണിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓണത്തിന് വെയർ ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പലരും വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാതെ പോകുന്നുണ്ട്, മറന്നു പോകരുത്. ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ഒരു പോർഷനിൽ നമ്മളിതുപോലെ ക്ലിപ്പ് സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് 4 പെറ്റലുള്ള ഫ്ലവർ ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഫ്ലവറിൽ നമ്മൾ ഈ ഫ്ലവറിൻ്റെ അതേ ഷേപ്പിൽ തന്നെയാണ് കട്ട് ബീഡ്സ് വെച്ച് പോരുന്നത്. വീഡിയോ കറക്റ്റ് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാവും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഈ ക്ലിപ്പ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഹോൾ ഉള്ളതാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നെ വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ പോയി ചോദിക്കുമ്പോൾ ക്ലിപ്പ് സ്റ്റോൺസ് ഒന്ന് ചോദിച്ച് വാങ്ങുക കേട്ടോ. നമുക്ക് ഇതിൽ ഹോൾ ഉള്ളതാണ്, സ്റ്റിച്ച് ചെയ്ത് തന്നെ വെക്കാൻ പറ്റുമേ. 2-3 സ്റ്റിച്ച് കൊടുത്ത് നന്നായിട്ട് ലോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഞാനിവിടെ ക്ലിപ്പ് സ്റ്റോൺസിൻ്റെ ഹോള് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ക്ലിപ്പ് സ്റ്റോൺസ്. അതിൽ 4 ഹോള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഹോളിലൂടെ വേണം നമുക്ക് നീഡിൽ കയറ്റി എടുക്കാനായിട്ടേ. അപ്പോൾ നമുക്കിതിലൂടെ കട്ട് ബീഡ് വെച്ച് പോരാം കേട്ടോ. നമ്മൾ വരച്ചിരിക്കുന്ന അതേ ലൈനിലൂടെ ചെയ്ത് പോയാൽ മതി. എത്ര കട്ട് ബീഡാണോ വേണ്ടത് അതനുസരിച്ച് ചെയ്യുക. അതേ പാറ്റേണിൽ തന്നെ ചെയ്തും പോരുക കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ 4 പെറ്റൽ കൊടുത്ത് ഇതുപോലെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ അതിൻ്റെ ഔട്ടർ ലൈനായിട്ട് ഇതുപോലെ കവർ ചെയ്ത് കട്ട് ബീഡ്സ് കൊടുക്കണം കേട്ടോ. ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്താൽ പോരുന്നത്. നമ്മൾ ചെയ്തിരിക്കുന്ന അതേ ഒരു ഓർഡറിൽ തന്നെ ചെയ്ത് പോരണേ. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളും ബാക്ക് സ്റ്റിച്ച് കൊടുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതുപോലെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഫ്ലവറിന് ഒരു ഔട്ടർ ലൈൻ പോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ്സ് കൊടുത്ത് പോന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ സ്റ്റെം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോരാവേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റെമ്മ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫ് ചെയ്യേണ്ടതും ഓരോ ബീഡ് വീതം ബാക്ക് സ്റ്റിച്ച് കൊടുത്ത ലീഫ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ലീഫിൻ്റെ അതേ പാറ്റേണിൽ തന്നെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് ലീഫൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട ഇതിൻ്റെ സെൻറ്ററിൽ ഒരു 2-3 കട്ട് ബീഡ് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമ്മൾ ലീഫ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ലീഫ് ചെയ്യുമ്പോൾ ഇതുപോലെ ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് പോരുക കേട്ടോ. ആ ഒരു കറക്റ്റ് ഷേപ്പ് കിട്ടാനായിട്ടാണ് അതിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ എടുക്കുന്ന കട്ട് ബീഡിൻ്റെ വലിപ്പം അനുസരിച്ച് 2-3 കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ വർക്ക് വരുന്നത്. കണ്ടല്ലോ, ഈ ഒരു ഫ്ലവർ ചെയ്യുന്നത് മാത്രം നമുക്ക് ഇച്ചിരി ടഫായിട്ട് വരുന്നത്, ടൈം എടുക്കുന്നത്. അപ്പോൾ ഈ ഫ്ലവർ ചെയ്യുക, പിന്നെ ഒരു 4-5 ഇഞ്ചോളം നമുക്കിതുപോലെ ലീഫ്സ് മാത്രം, ബ്രാഞ്ചസും ലീഫും മാത്രം ചെയ്ത് പോരുന്നത്. പിന്നെ വീണ്ടും ഇതുപോലെ ഒരു 5 ഇഞ്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ, പിന്നെ കുറച്ച് ബ്രാഞ്ചസ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് വരച്ച് പോയാലും മതി. കറക്റ്റ് ഇത്ര ഒരു അളവ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഈ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ ഫ്ലവർ, ബ്രാഞ്ചസ്, ലീഫ്സ് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഫൈനൽ ലുക്ക് സൂപ്പറാണ് കേട്ടോ, അടിപൊളി ലുക്കാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നത് കേട്ടോ.
നമ്മൾ പറഞ്ഞല്ലോ ഫ്ലവേഴ്സിനെ കവർ ചെയ്യുന്ന രീതിയിൽ കുറച്ച് ലീവ്സ് ബ്രാഞ്ചസ് മാത്രം വരച്ച് പോവുക. ഒരു 4-5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് നെക്സ്റ്റ് ഫ്ലവർ കൊടുത്ത് പോരുക. നമുക്ക് എത്രത്തോളമാണ് നമ്മുടെ ഈ ബോർഡറിൽ ഈ വർക്ക് വേണ്ടത് അതനുസരിച്ച് ചെയ്ത് പോരാം കേട്ടോ. പിന്നെ നമ്മുടെ ഹിപ്പ് പോർഷനില്ലേ, ഹിപ്പ് പോർഷൻ്റെ അവിടെയും വർക്ക് വരുന്നുണ്ട്. താഴത്തോട്ട് പ്ലീറ്റ്സ് വരുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്. നമ്മുടെ നോർമൽ ഒരു കസവ് സാരിയിലാണ് ചെയ്തിരിക്കുന്നത്, കേരള സാരിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ കസവ് സാരിയിൽ വേറൊരു വർക്കും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് ഫോളോ ചെയ്തേക്കുക കേട്ടോ. SN Creations by താഹി എന്ന പേരിലാണ്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.